ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 54-ാം ദിവസം. മൈത്രേയമിനെ തുടർന്നു. കർദമന്റെ പ്രശംസകൾ കേട്ട് ലോകത്തിലെ ആദ്യത്തെ രാജാവും നിയമജ്ഞനുമായ സ്വയംഭൂമനു ഉചിതമായ ഉചാരവാക്കുകളാൽ മുനിയെ വാഴ്ത്തി. ഭഗവാൻ, അങ്ങയെപ്പോലുള്ള ബ്രാഹ്മണരെ തൻ്റെ വചനത്തിൽ നിന്നും സൃഷ്ടിച്ച് അങ്ങനെ തപസ്സിലും വിജ്ഞാനത്തിലും യോഗവിദ്യയിലും പ്രാവീണ്യമുള്ളവരും ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവരുമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനാണ് എന്നെപ്പോലുള്ള രാജാക്കന്മാരെ തൻ്റെ കരങ്ങളിൽ നിന്നും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് രാജാക്കന്മാരും മഹർഷിമാരും പരസ്പരം കാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരും ഒരേ പരമാത്മാവിൻ്റെ ഭാഗങ്ങളത്രേ. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് സ്വയം സംരക്ഷിക്കുന്നതും സംരക്ഷിക്കപ്പെടുന്നതും. അങ്ങയെ കണ്ട് ആ കാലടികൾ വണങ്ങാൻ എനിക്ക് കിട്ടിയ ഈ അവസരം എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ മകൾ ദേവഹൂതി അവളുടെ ഹൃദയം അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നാരദമുനിയാണ് അങ്ങയെപ്പറ്റി അവളോട് പറഞ്ഞത്. അങ്ങ് ജീവിതം മുഴുവൻ ബ്രഹ്മചര്യാവ്രതത്തിലല്ല എന്നറിയുന്നത് കൊണ്ട് എൻ്റെ മകളെ പാണിഗ്രഹണം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവളെ ഭാര്യയായി സ്വീകരിച്ചാലും. കർദമൻ പറഞ്ഞു, തീർച്ചയായും അങ്ങയുടെ മകളെ വിവാഹം ചെയ്ത് സൃഷ്ടാവിൻ്റെ കൽപ്പന നിറവേറ്റാനും അങ്ങനെ ലോകത്ത് ജനസമ്പത്തുണ്ടാക്കാനും ഞാൻ തയ്യാറാണ്. ഭഗവത് പാദാരവിന്ദങ്ങളെ പൂജിക്കുന്ന ഒരുവന് മാത്രമേ അങ്ങയുടെ മകളും മുത്താനപാദൻ്റെ സഹോദരിയുമായ ദേവഹൂതിയെ കാണാൻ പോലും സാധിക്കൂ. അതുകൊണ്ട് ദേവഹൂതിയെ വേൾക്കുന്നത് എൻ്റെ സൗഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഒരു നിബന്ധനയോടെ ഞാൻ അവളെ പ്രാണിഗ്രഹം ചെയ്തു കൊള്ളാം. അവൾക്കൊരു ആൺകുഞ്ഞുണ്ടാകുന്നതുവരെ മാത്രമേ ഞാൻ അവളൊന്നിച്ചു കഴിയൂ. അത് കഴിഞ്ഞ് സന്യാസവൃത്തി സ്വീകരിക്കുന്നതാണ്. എന്തെന്നാൽ ഈ സന്യാസവൃത്തി ഭഗവത് പ്രോക്തവും അഹിംസാധിഷ്ഠിതവും സർവഥാ പ്രശംസനീയവും അത്രേ. ഇത്രയും പറഞ്ഞ് മഹർഷി ധ്യാനത്തിലാണ്ടു. രാജ്ഞിയുടെയും മകളുടെയും അഭിപ്രായങ്ങൾ വ്യക്തമായി ചോദിച്ചറിഞ്ഞ ശേഷം സ്വയംഭൂമനു മകളെ കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. ദേവഹൂതി ദിവ്യഗുണങ്ങളുടെ വിളനിലമായിരുന്നു. ആ ദമ്പതികളോ ഉത്തമ ജോഡിയും. വിവാഹച്ചടങ്ങിന് ശേഷം മകളെയും ഭർത്താവിനെയും വിട്ട് മനു തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ബൃഹിസ്മതി എന്ന തലസ്ഥാനത്തിരുന്ന് രാജ്യം ഭരിച്ച മനുവാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ തത്വ നിയമസംഹിതയായ മനുസ്മൃതി രചിച്ചത്. മനുഷ്യൻ്റെ ധർമ്മങ്ങളും പല തൊഴിലുകളിലുള്ളവരുടെ ചുമതലകളും മനുസ്മൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. 72 ചതുർയുഗങ്ങളടങ്ങിയ ഒരു മന്വന്തരം മുഴുവനും സ്വയംഭൂമനും രാജാവായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും ഭഗവാൻ വാസുദേവനെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ പ്രകീർത്തിച്ചു പൂജിച്ച് നിമിഷങ്ങളെ ധന്യമാക്കി. ഭാഗവത കഥാമൃതം 54-ാം ദിവസം സമാപ്തം.